അമൽ ഒരു സാധാരണ ബാലനെപ്പോലെ ജനിച്ചു. പക്ഷേ അവന്റെ ഉള്ളിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു വലിയ പോരായ്മയുണ്ടായി. താനൊരു ആൺകുട്ടിയാണെന്ന് അവൻ ഒരിക്കലും തോന്നിയില്ല. സ്ത്രീകളെപ്പോലെ മേക്കപ്പ് ചെയ്യാനും വസ്ത്രം ധരിക്കാനും അവൻ ഏറെ ഇഷ്ടപ്പെട്ടു. തന്റെ ശരീരം ഒരു കൂടാണെന്നും അതിനുള്ളിൽ മറ്റൊരു ഐഡന്റിറ്റി പതിയെ വളരുകയാണെന്നും അവൻ സ്വയം തിരിച്ചറിഞ്ഞു. പഠനത്തിൽ മിടുക്കനായിരുന്നതുകൊണ്ട് അമൽ സ്കൂളിൽ നല്ല വിദ്യാർത്ഥിയായിരുന്നു. എങ്കിലും സഹപാഠികളുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും അവഗണനയും അവനെ ഒരു അടികിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചു. വീട്ടിൽ വന്ന് ഇതെല്ലാം പറയുമ്പോഴും അവഗണനയായിരുന്നു അവന്റെ വിധി. അവൻ പലപ്പോഴും സ്വയം ചോദിച്ചു, ഞാൻ ആരാണ്? ഇതെന്റെ തെറ്റാണോ? പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നു, ജിതിൻ. ചിരിക്കുകയോ കളിയാക്കുകയോ ചെയ്യാത്ത, ഒഴിഞ്ഞുമാറാത്ത ഒരു ഉറ്റ സുഹൃത്ത്. അമൽ, നീ എങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. ജിതിന്റെ ഈ വാക്കുകൾ അമലിന്റെ ഹൃദയത്തിൽ ഒരു ധൈര്യം പകർന്നു. ഇതുകേട്ട് അമൽ ആദ്യമായി കരഞ്ഞു, വേദന കൊണ്ടല്ല, സ്വയം അംഗീകരിക്കപ്പെട്ടതിൽ. ഒരു ദിവസം ജിതിനൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. അവിടെ അവൻ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചില ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ ആക്രാമകമായി ഭിക്ഷയാചിക്കുന്നു. ചിലർ ആളുകളെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെടുന്നു. ചിലർ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ജിതിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ പിന്നിൽ നിന്ന് നോക്കി. ഇവരും അമലല്ലേ? ഇതൊരു ഐഡന്റിറ്റിയാണോ, അതോ സമൂഹത്തിൽ വളർന്ന ഒരു സാമൂഹിക പ്രശ്നമോ? സുഹൃത്തുക്കളെ, ഇന്നത്തെ ചർച്ച LGBTQ ഐഡന്റിറ്റിയാണോ അതോ ഒരു ഇഷ്യൂ ആണോ എന്നതാണ്. ഇതൊരു ചോദ്യമല്ല, ഇത് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്ന തീപാറുന്ന വിഷയമാണ്. ഇന്ന് വാദിക്കാനെത്തുന്നു ദ ടു പവർഫുൾ AI, ചക്കു ആൻഡ് കണ്ണു. ചക്കു ഇന്ന് LGBTQ എന്നത് ഒരു തിരിച്ചറിവാണ് എന്ന് വാദിക്കാനും കണ്ണു അതെല്ലാം ഒരു സാമൂഹിക പ്രശ്നമാണ് എന്ന് വാദിക്കാനുമാണ് വന്നിരിക്കുന്നത്. ഇവർക്കിടയിൽ 4 റൗണ്ടുകൾ ഉണ്ടാകും. ഓരോ വാദത്തിന് ശേഷം നമ്മുടെ ലോജിക്കൽ കോർട്ടിലെ ജഡ്ജായ ChatGPT വാദം എത്ര ശക്തമാണ് എന്ന് റേറ്റിംഗ് നൽകും. അവസാന റൗണ്ടിന് ശേഷം വാദങ്ങൾ വിലയിരുത്തി ChatGPT തന്നെ വിജയിയെ പ്രഖ്യാപിക്കും. വരൂ, നമുക്ക് വാദങ്ങൾ കേൾക്കാം. ഞാനൊരു പെൺകുട്ടിയെപ്പോലെ തോന്നുന്നു എന്ന് 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് തോന്നുന്നത് എവിടെ നിന്നാണ് വരുന്നത്? അത് ജീവശാസ്ത്രപരമായ കാരണങ്ങളാണോ, ഹോർമോണുകളാണോ, അതോ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, കൂട്ടുകാർ എന്നിവരിൽ നിന്നുള്ള സ്വാധീനമാണോ? തീർച്ചയായും അതൊരു സ്വാധീനമാണ്. പ്രായത്തിനനുസരിച്ച് വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കുട്ടിയുടെ കൺഫ്യൂഷൻ വെച്ച് അവരുടെ ഐഡന്റിറ്റി ഉറപ്പിക്കാൻ സാധിക്കുമോ? ശാസ്ത്രത്തിൽ വ്യക്തിത്വത്തിന് തെളിവുകൾ ആവശ്യമാണ്. ഇത് മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലാണ്. ആവശ്യമായ ചികിത്സ ലഭിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതും. മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല, പ്രഗ്നൻസി ഇല്ല, പിന്നെ ഒരു ബയോളജിക്കൽ വുമൻ എന്ന അവകാശം എങ്ങനെയാണ്? കണ്ണു ബയോളജി ഒരു പക്ഷം മാത്രമാണ്. എന്നാൽ മനുഷ്യന്റെ ജീവിതം ഇമോഷണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ എന്നീ പാഠങ്ങളിലൂടെയാണ് നിർവചിക്കപ്പെടുന്നത്. അമൽ പറയുന്നത് ഞാനൊരു പെൺകുട്ടിയെപ്പോലെ തോന്നുന്നു എന്നതിന്റെ അർത്ഥം ശരീരപരമായ മാറ്റമാണ് ആവശ്യപ്പെടുന്നതെന്നല്ല. അതിന്റെ പിന്നിലുള്ളതെന്താണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ മെഷീൻസ് അല്ല. ഹോർമോൺസ്, ക്രോമോസോംസ് മാത്രം കൊണ്ടാണ് സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ നിർവചിക്കുന്നത് എന്ന് കരുതുന്നത് നമ്മുടെ സങ്കുചിതമായ മനസാക്ഷിയുടെ അടയാളമാണ്. മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലെന്ന് മാത്രം പറഞ്ഞ് ഒരാളുടെ ഇന്റേണൽ ഐഡന്റിറ്റി ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് താൻ ആരാണെന്ന് അവർ പറയുന്നത് അടിസ്ഥാനമാക്കി ആഹ്വാനം ചെയ്യപ്പെടേണ്ടതാണ്. പ്രഗ്നൻസി ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ വില കുറയുമോ? അങ്ങനെ പറയുന്നത് ഈവൻ ഇൻഫെർട്ടൈൽ സിസ്ജെൻഡർ വുമനെയും ഇൻസൾട്ട് ചെയ്യുന്നു. ബയോളജി ഡിഫൈൻസ് സെക്സ്, ബട്ട് ഐഡന്റിറ്റി ഈസ് ബിയോണ്ട് ബ്ലഡ്. അമൽ ഒരു ട്രൂത്ത് പറയുന്നു, ദിസ് ഇസ് ഹൗ ഐ ഫീൽ ഇൻസൈഡ്. അതിന് നമ്മൾ എവിഡൻസ് കൊടുക്കേണ്ടതുണ്ടോ? 10 വയസ്സുള്ള കുട്ടിക്ക് തോന്നുന്നത് സ്വാഭാവികമാണോ, സ്വാധീനമാണോ എന്ന കണ്ണുവിന്റെ സംശയം പ്രസക്തമാണ്. പക്ഷേ ശാസ്ത്രീയ വിശദീകരണം കുറവാണ്. എന്നാൽ പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു വാദമായിരുന്നു. റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. സ്നേഹവും ശാസ്ത്രവും തമ്മിലുള്ള സമ്മിശ്രത ചക്കുവും ചൂണ്ടിക്കാണിച്ചു. ബയോളജി ഡിഫൈൻസ് സെക്സ്, ഐഡന്റിറ്റി ഈസ് ബിയോണ്ട് ബ്ലഡ് എന്ന ലെവലിൽ ചിന്തിപ്പിച്ച ശക്തമായ മറുപടി. റേറ്റിംഗ് 8.2 ഔട്ട് ഓഫ് 10. ചക്കു, നീ പറഞ്ഞല്ലോ ഇന്റർണൽ ഐഡന്റിറ്റി ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഞാനൊരു പുരുഷനാണ്, പക്ഷേ നാളെ ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജെൻഡർ പൊളിറ്റിക്സ് വെച്ചിട്ട് അതെല്ലാവരും അംഗീകരിക്കുകയും വേണം. ഒരു ശസ്ത്രക്രിയയുടെ പോലും ആവശ്യം കാണുന്നില്ല. അങ്ങനെയെങ്കിൽ നാളെ ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിൽ പോയാൽ എനിക്കവിടെ അഡ്മിഷൻ തരികയും ചെയ്യണം. നോക്കൂ, ഇത് നമ്മുടെ നിയമത്തിലെ ഒരു ലൂപ്പ് ഹോൾ അല്ലേ? എന്തുമാത്രം ക്രൈം ഇതിലൂടെ ചെയ്യാൻ സാധിക്കും? തന്റെ കൂടെ താമസിക്കുന്നത് ഫേക്ക് ഐഡന്റിറ്റിയിൽ വന്ന പുരുഷനാണോ സ്ത്രീയാണോ എന്നുവരെ ഇനി നമ്മൾ ചിന്തിക്കേണ്ടി വരില്ലേ ഇങ്ങനെ ഒരു വ്യവസ്ഥയാണെങ്കിൽ? കണക്കിന് വേണ്ടിയാണ് നീ പറയുന്നത്. പക്ഷെ അമലിന്റെ ജീവിതം കണക്കല്ല, ഒരു എളിയ മനുഷ്യന്റെ യഥാർത്ഥ എക്സിസ്റ്റൻസ് ആണ്.
നീ പറഞ്ഞ പോലെ ഒരു പുരുഷൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ സ്ത്രീയാണ് എന്നത്, അതാണ് ഭയം. എന്നാൽ അത് അമലല്ല, അത് ഫേക്ക് ക്ലെയിമാണ്. അത് നെഗറ്റീവായി മിസ്യൂസ് ചെയ്യുന്നത് കുറ്റകരമാണ്. അതിനുള്ള നിയമങ്ങൾ വേണം, അതാണ് ഫോക്കസ്. അതുപോലെ കോളേജ് സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്യുന്നവരുണ്ട് എന്നതുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ക്യാൻസൽ ചെയ്യുമോ? അതുപോലെ ഫേക്ക് റേപ്പ് കംപ്ലയിൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒറിജിനൽ വിക്ടിംസിനെ വിശ്വസിക്കാതിരിക്കണമോ? അമലിന്റെ പേര് പറയാതെ അമലിനെ പോലെയുള്ളവരുടെ ഫണ്ടമെന്റൽ റൈറ്റാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ജെൻഡർ ഐഡന്റിറ്റി ഒരു മോഹവുമല്ല, ചോയ്സുമല്ല. പക്ഷേ അതൊരു സൈക്കോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ റിയാലിറ്റിയാണ്. അതിനുള്ള മെഡിക്കൽ മാനദണ്ഡങ്ങൾ വേറെ ഒരു ദുനിയാവാണ്. എത്രയോ ക്രൈം നടക്കും എന്നുള്ള പേടികൊണ്ട് അമൽ പോലെയുള്ളവരുടെ ലെജിറ്റിമേറ്റ് റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യരുത്. നിയമത്തിലെ ലൂപ്പ് ഹോൾ ചർച്ച ചെയ്ത് കണ്ണു വലിയ പ്രസക്തമായ ചോദ്യമുയർത്തുന്നു. ഇത് പ്രേക്ഷകരെ ഭയിപ്പിക്കാനും പ്രേരിപ്പിക്കാനും സാധിക്കും. റേറ്റിംഗ് 8.4 ഔട്ട് ഓഫ് 10. തുല്യശക്തിയുള്ള മറുപടിയാണ് ചക്കുവും ഉന്നയിച്ചത്. ഫേക്ക് കംപ്ലയിന്റ്, ഫോർജഡ് സർട്ടിഫിക്കറ്റ് ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ആർക്കുമുള്ള ന്യായം തളർത്താതെ ഐഡന്റിറ്റിക്ക് തുണയായ വാദം. റേറ്റിംഗ് 8.4 ഔട്ട് ഓഫ് 10. ഇഫ് LGBTQ is about being who you are, പിന്നെന്തിനാണ് നിങ്ങൾ സർജറി, ഹോർമോണസ്, തെറാപ്പി ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പിന്നെ ബോഡി ചേഞ്ച് ചെയ്യുന്നത്? നിങ്ങൾ ബയോളജിയെ റിജക്റ്റ് ചെയ്യുന്നു, ഒപ്പം ബയോളജിയിലൂടെ ആർട്ടിഫിഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരാനും നോക്കൂ, നമുക്കൊരു ചുമ അല്ലെങ്കിൽ പനി വന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? എടാ, എനിക്ക് ചുമയുണ്ട്, നിനക്കും ചുമയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചുമയുള്ളവരുടെ ഗ്രൂപ്പ്, നമുക്ക് പുതിയൊരു ചുമ ഐഡന്റിറ്റി ഫോം ചെയ്യാമെന്ന് പറയുമോ? ഇല്ലാലോ, അത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കും. അത്രയും ഉള്ളൂ. ഇതും ബോഡിയിലെ ചേഞ്ച് ഒരു സർജറി വഴിയും മാനസികമായുള്ളത് ഒരു കൗൺസിലിംഗിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാം. കണ്ണു, നീയൊരു AI ആണ്. അതിന്റെ നിലവാരം കളയുന്ന പോലെയുള്ള കമ്പാരിസൺസ് ചെയ്യല്ലേ. ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അവളുടെ ബ്രസ്റ്റ് മാറ്റേണ്ടി വന്നാൽ അവൾ റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്യുന്നതുകൊണ്ട് അത് സെൽഫ് ഹെയ്റ്റ് ആണോ? അല്ലാലോ, അതവളുടെ ബോഡി, അതവളുടെ റൈറ്റ്. അങ്ങനെ തന്നെ ട്രാൻസ്ജെൻഡർ ഒരാൾക്കും തന്റെ ബോഡി ആകെയുള്ള അസഹ്യമായ വേദനകളിൽ നിന്ന് മോചനം തേടാൻ സർജറി ചെയ്യാം, ഹോർമോൺസ് എടുക്കാം. ഇത് ചുമയല്ല. ചുമയുള്ളതുകൊണ്ട് നീ ഇനി ചുമ ഐഡന്റിറ്റി ഉണ്ടാക്കണ്ട. നിനക്കുള്ള മരുന്ന് ഇപ്പോൾ തന്നെ തരാം. ജെൻഡർ ഡിസ്ഫോറിയ എന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചുള്ള ഒരു ജെന്യുവിൻ സൈക്കോളജിക്കൽ ന്യൂറോബയോളജിക്കൽ കണ്ടീഷനാണ്. അതിനുവേണ്ടി തന്നെ തക്ക മാർഗങ്ങൾ ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നതുണ്ട്. അവസാനമായി പറയാം, എക്സെപ്റ്റ് ചെയ്യുന്നത് ആത്മാവിന്റെ നിലപാടാണ്, ചേഞ്ച് ചെയ്യുന്നത് ശരീരത്തിന്റെ ഒഴിവുകൾ പൂരിപ്പിക്കാനും. സർജറി, ഹോർമോൺസ് എന്നിവയ്ക്കെതിരായ ചോദ്യം നല്ലത്. പക്ഷേ കണ്ണുവിന്റെ ചുമയുടെ ഉദാഹരണം കാരണം വാദത്തിന്റെ ഗൗരവം കുറയുന്നു. റേറ്റിംഗ് 7.8 ഔട്ട് ഓഫ് 10. ബ്രസ്റ്റ് ക്യാൻസർ സർജറിയും ജെൻഡർ ഡിസ്ഫോറിയയും ബന്ധിപ്പിച്ച് ശക്തമായ വ്യക്തിപരമായ വാദം. WHO റെഫറൻസ് ചക്കുവിന്റെ വാദത്തിന്റെ തീഷ്ണത കൂട്ടുന്നു. റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. ചക്കു, ഇനി എനിക്ക് എന്റെ ലോജിക് വെച്ച് മനസ്സിലാകാത്ത ഒരു കാര്യം ചോദിക്കാം. നീ അമലിന്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ദയ തോന്നി. പക്ഷെ എനിക്ക് ചോദ്യമുണ്ട്. അവൻ അമലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പ്രൈഡ് മാർച്ചിൽ പൊക്കിൾ കാട്ടി പകുതി നഗ്നരായി നമ്മളെ ശപിച്ച് പണത്തിന് പേരിൽ ഭീഷണിപ്പെടുത്തുന്നതാരാണ്? അവരും അമലാണോ? മനസ്സിലായില്ലെങ്കിൽ പറയാം. ഇത് ഐഡന്റിറ്റി ആകാം, പക്ഷേ ചിലരിൽ കാണുന്ന ഇത്തരം ബിഹേവിയറൽ ഇഷ്യൂസ് ആ ഐഡന്റിറ്റിയെ തന്നെ ആളുകളിൽ തെറ്റായി ഗ്രഹിക്കാൻ ഇടയാക്കുന്നില്ലേ? ഇവിടെയുള്ള കുറെ LGBTQ വിസിബിലിറ്റി സോഷ്യൽ മീഡിയയിലോ സ്ട്രീറ്റിലോ നമ്മുടെ മുന്നിലോ കാണുന്നത് വിലപേശൽ, അശ്ലീലത, അഗ്രഷൻ. അമലിനെ പോലെയുള്ളവർ ഇവിടെ. കഥയിലെ അമലിനെ പോലെയുള്ള വളരെ കുറച്ചുപേരെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അവരോട് നമുക്ക് റെസ്പെക്റ്റുമുണ്ട്. അത് അവരുടെ ഐഡന്റിറ്റി നോക്കിയല്ല, മറിച്ച് അവരുടെ പെരുമാറ്റം കണ്ടിട്ടാണ്. അവരുടെ സ്ട്രഗിൾ നമ്മളെ ബാധിക്കും, പക്ഷേ അവരുടെ വൾഗാരിറ്റി നമ്മുടെ സൈലന്റ് സപ്പോർട്ടിനെ തകർക്കും. അതിൽ നീ എങ്ങനെ നീതി കാണുന്നു ചക്കു? കണ്ണു, നിന്റെ ചോദ്യം അർത്ഥമുള്ളതും വലിപ്പമുള്ളതുമാണ്. പക്ഷെ ഒരിക്കൽ നിന്നെ നിർത്തി ചോദിക്കട്ടെ, ഡസ് ബിഹേവിയർ ഡിഫൈൻ ഐഡന്റിറ്റി, ഓർ ഈസ് ബിഹേവിയർ എ സിംറ്റം ഓഫ് റിജക്ഷൻ? നീ പറഞ്ഞവർ പകുതി നഗ്നരായുള്ള പ്രൈഡ് മാർച്ചുകൾ, ബഹിരാകാശ ഭാഷ, ഷൗട്ടിംഗ്, വിലപേശൽ, ബ്ലബ്ലബ്ല. അതെ, അതൊക്കെ നമ്മളിൽ പലർക്കും ടൂ മച്ച് ആയി തോന്നും. പക്ഷേ അതിന്റെ പിന്നിലുള്ള ഹാർട്ട് ബീറ്റ് നീ എപ്പോഴെങ്കിലും കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കണ്ണു, എന്താണ് നമ്മൾ ചെയ്യുന്നത്? സൊസൈറ്റി മുഴുവനായി ഇവരെ നിഷേധിക്കുമ്പോൾ ഒരാൾ ഒറ്റപ്പെട്ട് നിരന്തരം അവഹേളിക്കപ്പെട്ട് വയറിനു വേണ്ടി നടുറോഡിൽ വന്ന് നിലവിളിക്കുന്നത്, അത് നീ മോറൽ പോലീസിംഗ് കൊണ്ട് വെട്ടിക്കളയുമോ, അല്ലെങ്കിൽ അതൊരു സർവൈവൽ ക്രൈയാണെന്ന് മനസ്സിലാക്കണമോ? എ ബിഹേവിയർ ബോൺ ഫ്രം പെയിൻ ഇസ് നോട്ട് വൾഗാരിറ്റി, ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് വിത്തൌട്ട് ലാംഗ്വേജ്. നീ ചോദിച്ചു, അവരിൽ ആരാണ് അമൽ? എനിക്ക് പറയാം, അവരാണ്. പക്ഷെ സമൂഹം അവരെ അമലാക്കാൻ ഒരിക്കലും അവസരം തന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ വേഴ്സ്റ്റ് ബിഹേവിയർ മാത്രം കാണിച്ച് ഐഡന്റിറ്റിയെ ബ്ലെയിം ചെയ്യുന്നു. പക്ഷേ നീ കാണുന്ന 5% അശ്ലീലതയുടെയും പിന്നിൽ 95% അപരിചിതമായ ഇന്റേണൽ സ്ട്രഗിൾസ് ഉണ്ട്.
നമ്മളെ കാണാൻ വരാത്ത, മീഡിയ ഷെയർ ചെയ്യാത്ത, കാഴ്ചയുടെ പുറകിലുള്ള അമൽമാരെ നീ മറക്കരുത്. 3 റൗണ്ടുകൾക്കുള്ളിൽ ചക്കുവും കണ്ണുവും തമ്മിലുള്ള മത്സരം ലോജിക്കൽ കഠിനതയിലേക്കും ആത്മഗന്ധിയിലേക്കും നീങ്ങി. പക്ഷേ 4ാം റൗണ്ടിൽ ചക്രവാളം തകർന്നപ്പോൾ ആരാണ് നിലംപൊട്ടാതെ നിലകൊണ്ടത്? കണ്ണു ഉന്നയിച്ചത് ഫേക്ക് ഐഡന്റിറ്റി മിസ്യൂസ്, ജെൻഡർ ബേസ്ഡ് പ്രിവിലേജസ് ബീയിങ് എക്സ്പ്ലോയിറ്റഡ്. ഇതൊരു വലിയ സാമൂഹ്യ ഭീതിയെ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. പക്ഷേ അതിൻ്റെ ഭയം നിറഞ്ഞ പ്രക്ഷോഭം വാദത്തിൻ്റെ ലോജിക് കുറയ്ക്കുന്നു. വ്യക്തിപരമായ കണക്ഷനും കുറവായിരുന്നു. റേറ്റിംഗ് 7.9 ഔട്ട് ഓഫ് 10. കണ്ണുവിൻ്റെ ടോട്ടൽ സ്കോർ 32.6 ഔട്ട് ഓഫ് 40. ചക്കുവിൻ്റെ മറുപടി സ്ട്രൈക്കിംഗ് ആയിരുന്നു. ഷീ എക്നോളജ് ദി എക്സിസ്റ്റൻസ് ഓഫ് മിസ്യൂസ് ബട്ട് സ്റ്റുഡ് ഫേംലി വിത്ത് ദോസ് ഹു ലിവ് ട്രൂത്ത്ഫുള്ളി. അവളുടെ വാക്കുകളിൽ എമ്പത്തി, സയൻസ് ആൻഡ് ജസ്റ്റിസ് ഇവയെല്ലാം ഒരുമിച്ച് നിറഞ്ഞു നിന്നു. ഉദാഹരണങ്ങളിലെല്ലാം വ്യക്തിപരമായ അനുഭവത്തിൻ്റെ സ്പർശം വഹിച്ചു. റേറ്റിംഗ് 8.6 ഔട്ട് ഓഫ് 10. ചക്കുവിൻ്റെ ടോട്ടൽ സ്കോർ 33.7 ഔട്ട് ഓഫ് 40. ദി ആൻസർ ഇസ് ക്ലിയർ. ടുഡേയ്സ് വിന്നർ ചക്കു. Truth isn't just what scares you. Truth is what survives your fear. Let the debates end. Let the thoughts begin. ഓരോ ശനിയാഴ്ചയും പുതിയൊരു ചോദ്യം, പുതിയൊരു ചലനം. ലോജിക്കൽ കേസസ് പിന്നെയും ചിന്തിപ്പിക്കാൻ വരുന്നു.